ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആദായ നികുതി ഓഫീസേഴ്സ് അവരുടെ പണവും ഫയലുകളും ഒക്കെ എടുത്തുകൊണ്ട് പോവാ. ഇത് കാണുന്ന നമ്മുടെ അച്യുതൻ തലയ്ക്ക് കൈതാങ്ങി നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, ഏതു മഹാഭാവിയാണോ ഒറ്റിക്കൊടുത്തത്, അവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീട്ടിലും എല്ലാവരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അലോകാണെങ്കിൽ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. പെട്ടെന്ന് നമ്മുടെ അനു ചോദിക്കും, അലോകെ, അവരെത്ര രൂപ കാണും എടുത്തോണ്ട് പോയിരിക്കുക എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന രാജശ്രീ പറയും, ഹോ, എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്, കഷ്ടമായി പോയി എന്ന് പറയാം. പെട്ടെന്നാണ് അലോകിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അയ്യോ, വെല്ലിച്ചൻ വിളിക്കുന്നു. ഞാനിപ്പോൾ എന്താ വെല്ലിച്ചനോട് പറയുക? ഞാൻ ഇക്കാര്യം പറയുന്നത് എങ്ങനെയാ വെല്ലിച്ചനോട്? ഹലോ വെല്ലിച്ച, അതെയോ, ആണോ? ഷോ, എൻ്റെ വെല്ലിച്ച ഇവിടെയും വന്നു എന്ന് അലോക് ഇങ്ങനെ പറയാൻ കേട്ടോ. ആ, വെല്ലിച്ചൻ ടെൻഷനാവണ്ട, ഞാനിപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് വരാം. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ എന്ന് പറഞ്ഞ് അലോക് ഫോൺ കട്ട് ചെയ്യുക. എന്താടാ, എന്താ സംഭവം എന്ന് അപ്പം രാജശ്രീയും നന്ദിനിയും കൂടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കും. അമ്മേ, നമ്മുടെ മില്ലിലും കമ്പനികളിലും ഒക്കെ റെയ്ഡ് നടക്കുന്നെന്ന്. എന്താ ഇവിടെ സംഭവിക്കുന്നേ? അപ്പം ഇന്ദിരാമ്മ നെഞ്ചത്ത് കൈ പിടിച്ച് നിൽക്കുക. എൻ്റെ ഈശ്വര, എന്താ ഇത് എന്നുള്ള രീതിയിൽ അച്ഛാ എന്ന് പറഞ്ഞ് അലോക് അച്യുതൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം രാജശ്രീ പറയും, അമ്മേ, ഇതൊക്കെ എന്താ അമ്മേ, എന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതേ സമയം ഈ വാർത്ത കേൾക്കുന്ന അനുശ്രീക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുകയാണ്. അവൾ മനസ്സിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാം. ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ അച്ഛാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലോക് അച്യുതൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാ. എന്താടാ, എന്താ പ്രശ്നം എന്ന് അപ്പം അച്യുതൻ ചോദിക്കാം. അച്ഛ, മൊത്തം കുഴപ്പങ്ങളാ. വെല്ലിച്ചൻ വിളിച്ചിരുന്നു. നമ്മുടെ കമ്പനിയിലും മില്ലിലും ഒക്കെ റെയ്ഡാ. ആരോ നമ്മളെ കാര്യമായിട്ട് ഒറ്റിയിട്ടുണ്ട്. ഹോ, നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് അലോകിനെ കൂട്ടിക്കൊണ്ട് അച്യുതൻ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുക്കാനായിട്ട് തുടങ്ങണം കേട്ടോ. വേഗം പോടാ എന്ന് അലോകിനോട് പറയണേ. അതേസമയം നമ്മുടെ മീനാക്ഷി ഇതെല്ലാം ദേവമംഗലത്ത് നിന്ന് നോക്കുക. കൂട്ടിയുള്ള അവരുടെ യാത്രയും ഒക്കെ മീനാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പം മീനാക്ഷി മനസ്സിൽ പറയാണ്, അച്യുതൻ എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. കൃഷ്ണമംഗലം ടീമിൻ്റെ പണി പാളിയ ലക്ഷണമാണ് കാണുന്നത്. അതെന്താണെന്ന് അറിയാൻ ഇപ്പം എന്താ ഒരു വഴി എന്നൊക്കെ മീനു ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം മീനു കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിൽക്കുന്നത് ഗോമതി കാണുക. ഗോമതി ചോദിക്കും, എടി, നീ എന്തേ കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കാം. അമ്മേ, അവിടെ എന്തൊക്കെയോ വൻ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അമ്മേ. കുറച്ചു മുമ്പ് ഇൻകം ടാക്സുകാർ കുറേ ഫയലും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടു. ഇൻകം ടാക്സോ? എന്താ, അതാരാ? പോലീസുകാരാണോ എന്ന് ഗോമതി ചോദിക്കുക. ഇൻകം ടാക്സും പോലീസും രണ്ട് വിധം അമ്മേ എന്ന് പറയാം. വരുമാനത്തിൽ കൂടുതൽ സ്വത്തുക്കളോ പണമോ സമ്പാദിച്ച അതിൻ്റെ രേഖകളൊന്നും ഇല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ കൊണ്ടുപോകും. മനസ്സിലായോ എന്ന് ഗോമതിയോട് മീനു ചോദിക്കുക. കൃഷ്ണമംഗലം ടീമിന് അങ്ങനെ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ സുകന്യ ഓടിപ്പാഞ്ഞ് ദേവമംഗലത്തേക്ക് വരിക. സുകന്യെ, കൃഷ്ണമംഗലത്ത് എന്തോ ബഹളം നടക്കുന്നുണ്ടെന്ന് മീനു പറഞ്ഞല്ലോ, എന്താ അവിടെ എന്ന് ഗോമതി ചോദിക്കുക. എൻ്റെ പൊന്നു ചേച്ചി, ഒന്നും പറയണ്ട, ഇൻകം ടാക്സ് റെയ്ഡായിരുന്നു എന്ന് അപ്പോൾ സുകന്യ പറയാ. കൃഷ്ണമംഗലത്ത് നിന്ന് കെട്ടുകണക്കിന് പണമാണ് അവർ പിടിച്ചെടുത്തത്. ആ പണത്തിന് ഒരു രേഖകളും ഇല്ലെന്നാ പറയുന്നത് കേട്ടത് എന്ന് സുകന്യ പറയാം. എത്ര ലക്ഷം രൂപയാ വെറുതെ പോയത്? കുറേ ഫയലുകളും കൊണ്ടുപോയിട്ടുണ്ട്. ഉശോ, എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഗോമതി പറയാം. കൃഷ്ണമംഗലത്തുകാരുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടക്കുക. അപ്പോൾ അത് കേൾക്കുന്ന മീനാക്ഷി പറയും, ആടിപൊളി, അങ്ങനെ തന്നെ വേണം അമ്മേ, എനിക്കൊന്ന് തുള്ളി ചാടാൻ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. എടി, നീ എന്താടി കാണിക്കുന്നത് എന്ന് ഗോമതി പറയും. നീ എന്തായി കാണിക്കുന്നത്? എത്ര ശത്രുവാണേലും ആരുടെയും വീഴ്ച കണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്ന് ഗോമതി പറയും. അപ്പം മീനു പറയും, ഞാൻ സന്തോഷിക്കും. ഇല്ലാത്തൊരു കേസുണ്ടാക്കി വിജിലൻസിനെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചവരാ ആ അച്യുതനും അയാളുടെ ആ മോനും. ഇപ്പം ദൈവം അവർക്ക് തിരിച്ച് നല്ലൊരു അടാറ് പണി കൊടുത്തു. എനിക്കത് സന്തോഷമുള്ളൂ. ഞാനേ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും ദേ ഇങ്ങനെ എന്നും പറഞ്ഞ് മീനു വീണ്ടും കിടന്ന് തുള്ളുവേ. എൻ്റെ മീനു, ഒന്ന് നിർത്ത് അവളുടെ ഒരു ഡാൻസ് എന്ന് ഗോമതി അപ്പം പറയാം. അപ്പം ഗോമതി ആണെങ്കിൽ സുകന്യോട് ചോദിക്കും, പണമല്ല ഏറ്റവും വലുതെന്ന് സുകന്യ ഇപ്പം മനസ്സിലായല്ലോ എന്ന് ഗോമതി സുകന്യോട് ചോദിക്കാം. അപ്പം സുകന്യയ്ക്ക് മീനുവിൻ്റെ ഈ സംസാരവും ഗോമതിയുടെ ചോദ്യമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. അതുകൊണ്ട് അകത്തേക്ക് കയറി പോവാം. അപ്പം മീനാക്ഷി പറയും, ഓ, ഇഷ്ടപ്പെട്ടു
കണ്ടിട്ടില്ല, അതാ കയറിപ്പോയത്. ഷോ, പാവം എൻ്റെ അമ്മ, ഇതൊക്കെ കണ്ട് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാകും എൻ്റെ അമ്മ എന്ന് ഗോമതി പറയാം. കഷ്ടമായി പോയി, എന്തായാലും ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറി പോകട്ടോ. ഇതേ സമയം മീനാക്ഷി വീണ്ടും ചിന്തിച്ച് നിൽക്കുക. ഇതുവരെ ഇല്ലാത്ത പോലെ പെട്ടെന്നൊരു ദിവസം കൃഷ്ണമംഗലത്ത് ഇൻകം ടാക്സ് റെയ്ഡ് വരണമെങ്കിൽ അതിന് പിന്നിൽ ആരുടെയോ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അനുവായിരിക്കുമോ ഈ പണി ഒപ്പിച്ചിട്ട്? എന്തായാലും നന്നായിട്ടുണ്ട്, അടാറ് പണി തന്നെയാണ് അവൾ കൊടുത്തത് എന്ന് മീനാക്ഷി വീണ്ടും വീണ്ടും സന്തോഷത്തോടു കൂടി പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലാണ് ബാലൻ സങ്കടപ്പെട്ട് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണേ. അപ്പം രാമേട്ടനാണെങ്കിൽ ഒരു കടയിൽ വന്ന കസ്റ്റമറിന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. എത്രയായി എന്ന് അയാൾ ചോദിക്കുമ്പോൾ 350 എന്ന് പറയാം. അപ്പം കാശ് മേടിച്ചിട്ട് എടാ ബാല എന്ന് പറഞ്ഞ് ബാലനെ വിളിക്കും കേട്ടോ. ബാലൻ അറിയുന്ന പോലുമില്ല. ദേ കാശ് ഇതങ്ങ് എടുത്ത് വെച്ചേ എന്ന് പറയാണ്. ദേ 1 കിലോ വെളിച്ചെണ്ണയുടെ കാശാണ് ഇത് എന്ന് പറയാം. അപ്പോൾ ബാലൻ അതെടുത്ത് ടേബിളിലേക്ക് വെക്കുകയാണ് കേട്ടോ. ബാക്കിയെടുത്ത് രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. പെട്ടെന്ന് പൈസയൊക്കെ എടുക്കുന്നതിലും ബാക്കി കൊടുത്തലും ഒക്കെ തെറ്റാ. ഇതെന്തു പറ്റി? 150 രൂപയാണ് ബാലൻസ്. നീ ഇത് എത്ര രൂപ എൻ്റെ കയ്യിൽ എടുത്ത് തന്നേ? അത് രാമേട്ടൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. 1000 രൂപ കേട്ടോ എടുത്ത് കൊടുത്തത്. പെട്ടെന്ന് ബാലൻ തിരിച്ചത് വെച്ചിട്ട് 150 രൂപ തന്നെ എടുത്തു കൊടുക്കുക. അയാൾ അവിടെ നിന്ന് കൊണ്ട് പോവുകയും ചെയ്യും. എടാ എന്താടാ നീ ഇങ്ങനെ എന്ന് രാമേട്ടൻ അപ്പം അടുത്തിരുന്ന് ചോദിക്കും. ബാല, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് വയ്യ രാമേട്ടാ. ബാല, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനാ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അനുശ്രീ നിന്നോട് ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താ രാമേട്ടൻ പറഞ്ഞു വരുന്നത്? പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്കത് ശരിയാണ്. അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിന്റെ കൺമുന്നിൽ സന്തോഷമായിട്ടാണ് അവൾ ജീവിക്കുന്നത്. പക്ഷെ നീയോ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി നീറി ഏതൊരച്ഛനെ പോലെ സ്വന്തം മോളുടെ ഭാവിയെ ചൊല്ലി അവൾക്ക് നല്ലത് ചെയ്യാൻ നീ ശ്രമിച്ചു. അവൾ ഒരു നല്ല കുടുംബത്തിലേക്ക് ചേരണമെന്ന് നീ ആഗ്രഹിച്ചു. ജോലിയുള്ള ഒരുത്തൻ്റെ കൂടെ സുരക്ഷിതമായി നിന്റെ മോള് ജീവിക്കണമെന്നും നീ ആഗ്രഹിച്ചു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അവൾക്കും കൂടി തോന്നണ്ടേടാ ബാല എന്ന് രാമേട്ടൻ വീണ്ടും ചോദിക്കുക. പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നതേ സത്യവാടാ, അല്ലെങ്കിലേ അനുശ്രീ ഇങ്ങനൊരു കുഴി പോയി ചാടുവോ എന്ന് വീണ്ടും ചോദിക്കുക. ഇത് അവളുടെ വിധി, അവളായിട്ട് അനുഭവിക്കട്ടെ. അനുശ്രീയുടെ കാര്യത്തിൽ ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവളായി അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു. വീണ്ടും വീണ്ടും ഇവിടെ അത് തന്നെ ആലോചിച്ചിരുന്ന നീയും ദേവമംഗലം വീടും കുഴിയിലേക്ക് പോകും. അതേ സംഭവിക്കൂ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്ത് വേണമെന്നാ രാമേട്ടൻ പറയുന്നത്? നീ എന്ത് ചെയ്യണമെന്ന് മറ്റാരും നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ തന്നെയാ അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ രാമേട്ടാ എന്ന് ബാലൻ ചോദിക്കുക. ഈ ഒരു കട കൊണ്ടാ നിന്റെ കുടുംബവും ഞാനും അന്നം കഴിക്കുന്നത്. അത് നീ മറക്കരുത്. ദേ ഈ കട നശിച്ചു പോയാലേ നമ്മുടെ അന്നം മുട്ടും. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. നിന്നെ ചുറ്റിപ്പറ്റി എത്ര പേരുണ്ട്. എത്ര കാലത്തെ അധ്വാനം കൊണ്ടാ ഈ ഗോമതി സ്റ്റോഴ്സ് നീ ഈ കാണുന്ന നിലയിൽ എത്തിച്ചത്. ആ അധ്വാനത്തിന് എന്തെങ്കിലും വില നീ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പോയാൽ പോരെ ബാല. നീ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു കസ്റ്റമർ വരികയാണ് കേട്ടോ. ചേട്ടാ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു തരണം എന്നും പറഞ്ഞ് ഒരു സഞ്ചി ലിസ്റ്റും കൂടി കൊടുക്കുകയാണ്. ഇപ്പം തന്നെ എടുത്തു തരാം എന്നും പറഞ്ഞ് നമ്മുടെ രാമേട്ടൻ അതുമായിട്ട് പോവാം. അപ്പം കസ്റ്റമറും പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം രാമേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ ബാലൻ വീണ്ടും വീണ്ടും ചിന്തിക്കാം. ഇതേ സമയം വീട്ടിലാണെങ്കിൽ ഗോമതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. പെട്ടെന്നാണ് ഗോമതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. രാമേട്ടാ, ഗോമതി എന്ന് രാമേട്ടനപ്പം വിളിക്കും. ഓ എന്താ രാമേട്ടാ? ഗോമതി, ബാലൻ ഈ പോക്ക് പോയാലേ ഒട്ടും ശരിയാകില്ല. എന്താ രാമേട്ടാ? കടയിലെ കാര്യങ്ങളിലൊന്നും ബാലന് യാതൊരു ശ്രദ്ധയില്ല. ഒരു ശ്രദ്ധയില്ലാതെയാണ് അവനിവിടെ ഇരിക്കുന്നത്. 3 ദിവസമായി പച്ചക്കറി ലോഡിന് ഹോട്ടലുകാർ വിളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ലോഡ് അയച്ചിട്ടില്ല. ഇതൊക്കെ എവിടെ പോയി നിൽക്കും ഗോമതി എന്ന് ചോദിക്കാം. ഇന്നലെ ഡീലറെ കാണാൻ പോകേണ്ട ദിവസമാണ്, അതും ചെയ്തിട്ടില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ല രാമേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? ഷേടാ, നീയും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ഗോമതി എന്ന് രാമേട്ടൻ വീണ്ടും ചോദിക്കുക. ഞാൻ എന്താ പറയേണ്ടത് രാമേട്ടാ എന്ന് ഗോമതി അപ്പം തിരിച്ചു ചോദിക്കാൻ കേട്ടോ. അനുവിനെ ബാലേട്ടൻ എങ്ങനെ സ്നേഹിച്ചതെന്ന് രാമേട്ടനും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ സ്നേഹിച്ച മോള അച്ഛനോട് ഇങ്ങനെ ചെയ്തത്. അത് സഹിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഞങ്ങൾക്കിപ്പം ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല രാമേട്ടാ. ഗോമതി, നീ എന്തൊക്കെയായി പറയുന്നേ?
സത്യരാമേട്ട ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? അവൾ ഒരുത്തി കാരണം എൻ്റെ ബാലേട്ടൻ നാട്ടുകാരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അപമാനിക്കപ്പെട്ടു. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. ഇത്രയും നാളും എൻ്റെ ചേട്ടന്മാർക്ക് ബാലേട്ടനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ മോള് അവൻ്റെ കൂടെ ചേർന്ന് അവളുടെ അച്ഛനെ തോൽപ്പിച്ചു. ഞങ്ങൾക്കിപ്പം സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു രാമേട്ട. ഇനി ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്? പോകുന്നിടത്തോളം പോട്ടെ, അത്ര തന്നെ. അല്ലാതെ ഞാൻ എന്തു പറയാനാ? പിന്നെ എന്താണെന്ന് വെച്ചാൽ വിധി പോലെ വരും എന്ന് പറയാം. ഗോമതി, നീ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് രാമേട്ടൻ പറയാം. ഈ ഗോമതി സ്റ്റോർ ബാലൻ്റെ എത്ര വർഷത്തെ അധ്വാനമാ. അത് നശിച്ചു പോകുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ നിനക്ക് പറ്റുമോ ഗോമതി? നിങ്ങളുടെ സ്വപ്നമല്ലേ ഇത്? ഗോമതി സ്റ്റോർ പൂട്ടിയാ കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ ബാലൻ പൂർണ്ണമായും അറവ് പറയും. എന്താ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് രാമേട്ടൻ ഗോമതിയോട് പറയാം. ബാലൻ്റെയും ഈ ഗോമതി സ്റ്റോഴ്സിനെയും രക്ഷിക്കാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ഇപ്പം ചെയ്യണം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ രാമേട്ടൻ. ഹലോ രാമേട്ട, ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് ഗോമതി അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവി അവിടേക്ക് കടന്നു വരുവാണ് കേട്ടോ. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും എൻ്റെ ഈശ്വര? എന്താ ചെയ്യുക? ഒറ്റ ഒരുത്തി കാരണം എന്തൊക്കെ അപകടങ്ങളാണ് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഗോമതി അവിടെ ഇരിക്കുക. അപ്പോൾ ഗോമതിയുടെ ടെൻഷനും രാമേട്ടനോടുള്ള സംസാരമൊക്കെ കേൾക്കുന്ന നമ്മുടെ ദേവി ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ഗോമതിയോട് ചോദിക്കാം. അപ്പോൾ ഗോമതി ഒന്നും മിണ്ടില്ലേ. അമ്മേ, ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ? അത് താമസിക്കാതെ ഗോമതി സ്റ്റോർ പൂട്ടേണ്ട അവസ്ഥ വരുമെന്ന രാമേട്ടൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ? ബാലേട്ടൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയാനാ? എല്ലാം നശിപ്പിച്ചില്ലേ, ഇനി ഗോമതി സ്റ്റോർ ആയിട്ട് എന്തിനാ ബാക്കി? അതും നശിക്കട്ടെ, എല്ലാം നശിച്ചു പോട്ടെ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ബാലച്ചൻ്റെ എത്ര കാലത്തെ അധ്വാനം ഈ ഗോമതി സ്റ്റോർ എന്ന് പറയുന്നത്. അതൊരിക്കലും നശിച്ചു പോകാൻ പാടില്ല. കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂന്ന് ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ ബാലേട്ടനോട് പറയുക? എന്നെക്കൊണ്ട് അത് പറ്റില്ല ദേവി എന്ന് ഗോമതി തീർത്തു പറയാൻ കേട്ടോ. അമ്മേ, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുക? അമ്മേ, എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ എന്ന് അപ്പം ദേവി പറയാം. ബാലച്ചനൊരു സഹായത്തിനായിട്ട് ഗോമതി സ്റ്റോറിലേക്ക് ഞാനും കൂടി ഒന്ന് പോയാലോ എന്ന് ദേവി അപ്പം ഇങ്ങോട്ട് ചോദിക്കാം. മോളെ, നീ അതിന് പറ്റുന്ന അവസ്ഥയിലാണോ എന്ന് അപ്പം ദേവിയോട് ചോദിക്കാം. ഇപ്പം നമ്മുടെ കുടുംബം വലിയൊരു പ്രതിസന്ധി നേരിടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ വേദനയെക്കാളും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും കരകയറ്റണം. അതാ എനിക്ക് പ്രധാനം. അതുകൊണ്ടാണ് സ്റ്റോറിൽ ജോലിയിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ബാലച്ചന് ഒരു സഹായം ആകൂലോ? അമ്മയുടെ അഭിപ്രായം എന്താ എന്ന് ഗോമതിയോട് ചോദിക്കാം. നിന്റെ ദുഃഖങ്ങൾ പോലും മറന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇറങ്ങാൻ നീ തീരുമാനിച്ചില്ല മോളെ, അത് തന്നെ വലിയ കാര്യമാണ്. അമ്മയ്ക്ക് ഇതിലും വലിയ എന്ത് സന്തോഷമാണ് മോളെ വേണ്ടത്? നിന്റെ നല്ല മനസ്സാ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നിന്നോട് മനസ്സ് പറഞ്ഞത്. പക്ഷേ ബാലേട്ട സമ്മതിക്കോ? കടയിൽ വന്ന് നിൽക്കാൻ ഒരിക്കൽ ബാലച്ചൻ തന്നെ എന്നോട് പറഞ്ഞതല്ലേ, നിന്റെ ചുറ്റുപാടുകൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കടയിൽ ചെന്ന് നിൽക്കുന്ന കാര്യം ബാലേട്ടൻ ഒരിക്കൽ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ അന്നത്തെ ബാലേട്ടൻ അല്ലല്ലോ ഇന്നത്തെ ബാലേട്ടൻ. ഇപ്പം ഈ അവസ്ഥയിൽ ബാലേട്ടൻ എന്താ പറയുക എന്ന് അറിയില്ല മോളെ എന്ന് ഗോമതി പറയാ. എന്തായാലും ഞാനൊന്ന് ബാലച്ചനോട് സംസാരിക്കാം, അമ്മയും കൂടി ഒന്ന് പറയുക എന്ന് ദേവി വീണ്ടും പറയാണ് കേട്ടോ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് അച്യുതനാണെങ്കിൽ ന്യൂസ് കാണുക, ഫോണിലാണ് കേട്ടോ കാണുന്നത്. കൃഷ്ണമംഗലത്ത് റെയ്ഡ് നടന്ന സംഭവങ്ങളും എല്ലാം ന്യൂസിൽ പോകുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന എല്ലാവരും ആകെ വേദനയോടെ നിൽക്കുകയാണ്. അച്യുതന് ദേഷ്യം വരിക, ഫോൺ അങ്ങോട്ട് ഇടുക. ഒക്കെ തീർന്നു, ബിസിനസ്സിൽ നമ്മുടെ വില ഇടിയാൻ പോവുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ ചെയ്യുക? പാർട്ട്ണർമാർ ഇനി പ്രശ്നം ഉണ്ടാകും, ഷെയറിൻ്റെ വില കുറയും. കമ്പനി അടച്ചു പൂട്ടുന്നതാ ഇതിലും നല്ലത്. വിഷമിക്കാതെ അച്ചുവേട്ട എന്ന് അനുശ്രീ പറയും. അനന്തേട്ടൻ മന്ത്രിയെ കാണാൻ പോയിരിക്കുകയല്ലേ, വരട്ടെ, എന്താ പറയുന്നത് നോക്കട്ടെ. എടി, മന്ത്രിയും തന്ത്രിയും ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല, കേസെടുത്ത് കഴിഞ്ഞു, ഇനി ആരെ കണ്ടിട്ടും കാര്യമില്ല. അതോ സമ്പാദിച്ചതിൻ്റെ നല്ലൊരു ഭാഗവും ഇൻകം ടാക്സുകാർ കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയും കൊണ്ടുപോകും അവർ, കേസായി കഴിഞ്ഞാൽ. അപ്പം ഇന്ദ്രമ്മ പറയും, ഇനി കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, നിയമം വിട്ട് ഓരോന്നൊക്കെ ചെയ്തിട്ടല്ലേ. നികുതി വെട്ടിക്കാൻ പോയത് എന്തിനാ എന്ന് ചോദിക്കുക. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അച്യുതൻ ചാടി എഴുന്നേൽക്കുക. ഭ്രാന്തി കയറി നിൽക്കുമ്പോഴാ ഓരോ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുക. പെട്ടെന്ന് അനുശ്രീ പിന്നിൽ നിന്ന് വിളിക്കാൻ കേട്ടോ, അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട്
പോട്ടെ അങ്കിൾ, പ്രയാസപ്പെടണ്ട എന്ന് അനുവും പറയാ. ഞാൻ വന്ന് കയറിയതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അങ്കിൾ എന്ന് പറയാ. നീ എന്തിനാ മോളെ സങ്കടപ്പെടുന്നേ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. നീ വന്ന് കയറിയതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലം കിട്ടുന്നു, അത്ര തന്നെ എന്ന് പറയാം. എന്നാലും എത്രമാത്രം രൂപ അവർ കൊണ്ടുപോയത്, നഷ്ടപ്പെട്ട അത്രയും ഉണ്ടാക്കുന്നെങ്കിൽ ഇനി എത്രമാത്രം അധ്വാനിച്ചാല എന്ന് അനു പറയും. എന്നാലും ഇത്ര കൃത്യമായിട്ട് ഒറ്റിക്കൊടുത്തത് ആരായിരിക്കും എന്ന് രാജശ്രീയും ചോദിക്കുക. ഞാനും അത് ആലോചിക്കുന്നേ എന്ന് പറയണേ. പെട്ടെന്ന് അച്യുതൻ സംശയത്തോടെ അനുശ്രീയെ നോക്കുവാണ് കേട്ടോ. ഇന്ന് വസ്തു ഇടപാട് നടത്തുന്ന കമ്പനിയിൽ ആർക്കെങ്കിലും അറിയായിരുന്നോ അച്ചുവേട്ട എന്ന് രാജശ്രീ ചോദിക്കാം. കമ്പനിയിലൊന്നും ആർക്കും അറിയില്ല എന്ന് പറയാം. എടാ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അലോകിനെ വിളിച്ചുകൊണ്ട് അച്യുതൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം അനുശ്രീ എന്താകും അവർ സംസാരിക്കാൻ പോയതെന്നുള്ള രീതി നിൽക്കുക. പാവം, എല്ലാം കൂടി അവനാകെ ഭ്രാന്തായി. അനു മോളെ നീയും പേടിക്കണ്ട കേട്ടോ, മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. എൻ്റെ കുഞ്ഞ് ആകെ പേടിച്ച് വരച്ച് നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ആദായ നികുതിക്കാരെ അറിയിച്ച് നമ്മളെ ചതിച്ചത് ആരായിരിക്കും എന്ന് രാജശ്രീ വീണ്ടും ഇന്ദിരാമ്മയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനു ഒരു പുച്ഛച്ചിരിയോടെ അവിടെ നിൽക്കുകയാണേ. എന്താ അച്ഛാ, അച്ഛൻ എന്താ എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അലോകെ എന്താ അച്ഛാ എന്ന് ചോദിക്കുക. ആദായ നികുതിക്കാർക്ക് വിവരം കൊടുത്തത് ആരാന്ന് നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ എന്ന് ചോദിക്കുക. അതിപ്പം എനിക്കില്ല അച്ഛാ എന്ന് പറയാം. എന്നാലേ എനിക്കൊരാളെ സംശയമുണ്ട്. ആരാ അച്ഛാ, ആരെയാ സംശയം എന്ന് ചോദിക്കുക. നീ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞ അവിടെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുക. അനുശ്രീ, അവളെ എനിക്ക് സംശയം. അനുശ്രീ, അനുശ്രീയോ എന്ന് പലോക് ചോദിക്കും. എൻ്റെ ഒരു സംശയം മാത്രമാണ്, പക്ഷേ ആ സംശയം സത്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അനുശ്രീ അങ്ങനെ അതിന് ചാൻസ് ഇല്ല. എടാ ഞാൻ ചോദിക്കട്ടെ, നിന്റെ തലയിൽ സാമ്പാർ വീണത് എങ്ങനെയാ എന്ന് ചോദിക്കുക. അത് എന്നും പറഞ്ഞ് അലോക് ഉരുണ്ട് കളിക്കുവേ. അവള് മനഃപൂർവ്വം എടുത്ത് ഒഴിച്ചതല്ലേ എന്ന് അപ്പം അച്യുതൻ ചോദിക്കുക. എടാ നിന്റെ കാലിന് പരിക്ക് പറ്റിയത് എങ്ങനെയാ? അവള് ഉപദ്രവിച്ചതല്ലേ? അല്ല അച്ഛാ, അതങ്ങനൊന്നും അല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അച്ഛാ. അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ നീ ഉരുണ്ടൊന്നും കളിക്കണ്ട എന്ന് അച്യുതനപ്പം അലോകിനോട് പറയും. ഇന്നത്തെ ഇൻകം ടാക്സ് റെയ്ഡിന്റെ പിന്നിലും അവൾ തന്നെയാണെന്നാ സാഹചര്യം വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നത് എന്ന് അച്യുതൻ പറയുക. എടാ അവൾ ഇങ്ങോട്ട് വന്നത് പക വീട്ടാനല്ലേ എന്ന് എനിക്കൊരു സംശയം എന്ന് അച്യുതൻ പറയാൻ കേട്ടോ. അപ്പോൾ അലോകും ചിന്തിച്ച് നിൽക്കുകയാണേ. എന്തായാലും ഇത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി, തൽക്കാലം മറ്റാരും ഇത് അറിയണ്ട എന്ന് അലോകിനോട് പറയാം. അവളാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ പറയാൻ കേട്ടോ അലോക്. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ രാത്രിയായപ്പം നടന്ന് വീട്ടിലേക്ക് പോവാം. അപ്പം ആനന്ദ് ആ വഴി വരിക. അച്ഛനെന്താ നടക്കുന്നേ? അച്ഛൻ്റെ സ്കൂട്ടർ എവിടെ എന്ന് ചോദിക്കുക. അത് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറയാം. സ്റ്റാർട്ട് ആവുന്നില്ലേ? അച്ഛൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുക. ഹോസ്പിറ്റലിൽ പോകണോ അച്ഛാ? വേണ്ട, എനിക്കൊരു കുഴപ്പവും ഇല്ലടാ, ഞാനങ്ങ് നടന്നേ ഉള്ളൂ, സ്കൂട്ടർ സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് എന്ന് ബാലൻ പറയാം. അപ്പം ബാലൻ്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പം ആനന്ദിന് ഒത്തിരി സങ്കടം വരിക. എന്നാൽ വാ അച്ഛാ, കയറിക്കോ, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് ആനന്ദ് പറയാം. അപ്പം ബാലനാണെങ്കിലോ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക. അത് കാണുന്ന ആനന്ദ് വണ്ടി നിർത്തി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്ഛാ എന്താ അച്ഛാ, അച്ഛൻ എന്താ ഈ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടാ അത് അച്ഛന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അപ്പം ബാലൻ ആനന്ദിനോട് പറയാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ കടയുടെ കാര്യങ്ങളും അത് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നീ വേണം മുന്നിൽ നിന്ന് നോക്കാൻ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? അച്ഛൻ എന്ത് സംഭവിക്കാനാ എന്ന് ആനന്ദ് അപ്പം സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കാം. അച്ഛൻ ഒന്നും സംഭവിക്കില്ല. എടാ എനിക്കിപ്പോൾ തീരെ വയ്യടാ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ നല്ലടാ ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ കാര്യമല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനൊന്നും പറയരുത്, ദയവിച്ചത് ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കരുത്. അച്ഛൻ മനസ്സിൽ ഓരോരോ സങ്കടങ്ങൾ വെച്ചോണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അച്ഛൻ്റെ സങ്കടങ്ങളൊക്കെ എടുത്ത് കളാ. അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആനന്ദ് കരയാ. പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് അച്ഛൻ ദയവേത് ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് ആനന്ദ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇനി അച്ഛൻ ഇങ്ങനൊന്നും പറയരുത്, ഇങ്ങനൊന്നും സംസാരിക്കരുത്, ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോവും. ഇല്ലടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലടാ, മനസ്സിനൊന്നും തീരെ കട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതായി പ്രശ്നം. മറക്കേണ്ടതും മറക്കണം. നമ്മളെ വേണ്ടെന്ന് വെച്ചിട്ട് പോയവരെ ഓർത്ത് അച്ഛൻ എന്തിനാ വേദനിക്കുന്നേ എന്ന് ചോദിക്കാം. മറക്കാൻ ശ്രമിക്കുന്നുണ്ടടാ, പക്ഷെ കഴിയണ്ടേ എന്ന് അപ്പം ബാലൻ ചോദിക്കുകയാണ്.
നമ്മൾ മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ശക്തിയോടെ മനസ്സിലേക്ക് കടന്നു വരുവാടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞ് ബാലനാണെങ്കിൽ ആനന്ദിനെ കെട്ടിപ്പിടിച്ച് കരയാ. അച്ഛാ, അച്ഛൻ ഇങ്ങനെ തകർന്നു പോകല്ലേ അച്ഛാ, ഞങ്ങൾക്ക് അച്ഛനല്ലേ ഉള്ളൂ എന്ന് ആനന്ദ് ചോദിക്കാം. എടാ, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. എടാ, നീ സങ്കടപ്പെടണ്ട. എടാ, നമ്മൾ അവളെ എത്ര നന്നായിട്ടാടാ സ്നേഹിച്ചത്. നമ്മൾ അവളോട് കൊടുത്ത സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയോ? എവിടാടാ മോനെ എനിക്ക് തെറ്റു പറ്റിയത് എന്ന് ചോദിക്കാം. നമ്മൾ അവൾക്ക് കൊടുത്ത സ്നേഹത്തിലോ നമ്മൾ വളർത്തിയ രീതിയിലോ എന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അച്ഛാ. അവൾ സ്വയം എടുത്ത തീരുമാനമാണ്. അവളായിട്ടാണ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അലോകിനെ വിവാഹം കഴിക്കാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും അവൾ എന്നെക്കുറിച്ചോ നമ്മുടെ വീടിനെക്കുറിച്ചോ ഒന്നും ആലോചിച്ചുണ്ടാവില്ലേ മോനെ എന്ന് ചോദിക്കുക. അച്ഛാ, ഇതിനൊക്കെ ഞാനിപ്പോൾ എന്ത് മറുപടിയാണ് പറയുക എന്ന് ആനന്ദപ്പം ചോദിക്കുകയാണ്. അച്ഛന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവളെക്കുറിച്ച്, പക്ഷെ അതൊന്നും നടന്നില്ല. അവളെ IAS കാരിയാകുന്നത് എന്തുമാത്രം ഞാൻ സ്വപ്നം കണ്ടതാ. ദേവമംഗലത്ത് മുറ്റത്ത് IAS എന്ന ബോർഡും വെച്ച് വണ്ടി വരുന്നത് ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു. അതൊക്കെ വെറുതെ ആയില്ലേ? അവളുടെ ജീവിതം ഒന്നുമില്ലാതാക്കിയില്ലേ മോനെ എന്ന് ചോദിക്കുക. എങ്ങനെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ? ഇന്ന് ആ സ്വപ്നങ്ങളൊക്കെയും ഒരു നിമിഷം കൊണ്ട് അവൾ തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അവളുടെ ജീവിതം അവൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, അത് നമ്മൾ മനസ്സിലാക്കണം അച്ഛാ എന്ന് ആനന്ദ് പറയാം. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടണം, അല്ലാതെ നമ്മൾ അതിൽ നിന്ന് കരകയറാതെ അവളെ ഓർത്ത് നമ്മൾ എന്തിനാ വീണ്ടും വീണ്ടും വേദനിക്കുന്നത് എന്ന് ആനന്ദ് ചോദിക്കുകയാണ്. അച്ഛാ, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നീട് മറ്റൊരു കാര്യവും അവർ ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ വേദന അവർ കാണത്തുമില്ല. അവരുടെ ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുണ്ടാകുള്ളൂ. അത് നേടിയെടുക്കാൻ അവർ ആരെ വേണമെങ്കിലും വേദനിപ്പിക്കും. അച്ഛനത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സങ്കടമൊക്കെ മറന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് ആനന്ദ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.